നമ്മൾ എന്തുകൊണ്ടാണ് ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നത്? നിങ്ങൾ എപ്പോഴെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? ചില ശീലങ്ങൾ നമുക്ക് വിടാനും പറ്റുന്നില്ല. ചില നല്ല ശീലങ്ങൾ തുടർന്നുകൊണ്ട് പോകാനും നമുക്ക് കഴിയാറില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ? ഇന്ന് ഞാൻ ഇതിനെപ്പറ്റി സൈക്കോളജിയിലെ ഒരു പ്രധാന ആശയത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു റീൽസ് ഇട്ടാൽ, ഒരു ഫോട്ടോസ് ഇട്ടാൽ നമ്മൾ പെട്ടെന്ന് പോയി നോക്കും എത്ര ലൈക്ക് കിട്ടി, എത്ര കമൻറ്റ് കിട്ടിയെന്ന്, ഇല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോയി നോക്കുന്നത്? അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഒരു കൗതുകം കൊണ്ടാണോ നമ്മളങ്ങനെ പ്രവർത്തിച്ചത്? അതോ എന്തെങ്കിലും ഒരു സൈക്കോളജിപരമായിട്ട് എന്തെങ്കിലും തത്വമുണ്ടോ അതിൻ്റെ? നമ്മൾ ഇന്ന് അതാണ് പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്രത്തിൽ. അതിനെയാണ് റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടി പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി. അപ്പോൾ ആ കുട്ടിയുടെ വീട്ടുകാർ നല്ലൊരു സൈക്കിള് സമ്മാനിച്ചു. വീണ്ടും അതേ അടുത്ത എക്സാം വരുന്നു, വീണ്ടും നല്ല മാർക്ക് വാങ്ങുന്നു. ആ കുട്ടിയെ എന്താണ് പ്രേരിപ്പിച്ചത്? മനഃശാസ്ത്രം പറഞ്ഞാൽ റീഇൻഫോഴ്സ്മെന്റ് ആണ് ആ കുട്ടിയിൽ പ്രവർത്തിച്ചത്. ആ കുട്ടിയിലുണ്ടായ ബിഹേവാണ് അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് മനസ്സിലായി വീണ്ടും അത് ചെയ്താൽ ഇതിൽ കൂടുതൽ വീണ്ടും സമ്മാനം കിട്ടുമെന്ന്. അപ്പോൾ ഇന്ന് മുതൽ നമ്മുടെ കുട്ടികൾക്കായാലും ആർക്കായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാൻ കഴിയും. ഇത് എല്ലാ അവസ്ഥയിലും നമ്മുടെ നിത്യേന ഇതൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. അടുത്ത സമയത്ത് നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടത് ഷാജി എന്ന് പറയുന്ന അദ്ദേഹം ഒരു സ്ത്രീ വണ്ടിയിൽ ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയ സമയത്ത് വസ്ത്രം ഇല്ലാതെ വന്നപ്പോൾ സഡൻലി ആ വ്യക്തിക്ക് മുണ്ട് അഴിച്ചു കൊടുക്കുവാൻ പെട്ടെന്ന് തോന്നിയപ്പോൾ എല്ലാവരും കൂടി ഒരുപാട് ഗിഫ്റ്റ്, വേണ്ട ആദരവ് ഒക്കെ അദ്ദേഹത്തിന് സമ്മാനങ്ങളും ഒക്കെ കൊടുത്തില്ലേ? ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് റീഇൻഫോഴ്സ്മെന്റ് മനഃശാസ്ത്രത്തിൽ. കാരണം വീണ്ടും അദ്ദേഹത്തിന് ഇതുപോലെ ചെയ്യുവാനുള്ള പ്രേരണ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കെല്ലാം മനസ്സിലായി എന്തുകൊണ്ടാണ് എന്ന്. അതുപോലെ നമ്മുടെ കുട്ടികൾക്കായാലും നമ്മുടെ ആർക്കായാലും ഇങ്ങനെ ഗിഫ്റ്റുകൾ കൊടുക്കുക, അല്ലേ? അപ്പം ജോലി സ്ഥലത്തായാലും ഏത് മേഖലയിലായിരുന്നാലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ കൂടുതൽ നമുക്ക് റിസൾട്ട് കാണാനിട വരും. പഴയതിനേക്കാളും കൂടുതലായിട്ട് അവർ മുന്നോട്ട് കടന്നു വരാനുള്ള ഗോൾ സെറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും റീഇൻഫോഴ്സ്മെന്റ് മനസ്സിലായല്ലോ മനഃശാസ്ത്രത്തെ പോലെ. നമ്മുടെ കുട്ടികൾക്ക് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ അവർ പെരുമാറ്റത്തിൽ ഇമ്പ്രൂവ് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ കുട്ടിയുടെ ബുദ്ധിയോ കഴിവോ ഒന്നുമല്ല. ഇതുപോലെ ചെയ്താൽ നല്ല ഫലം കിട്ടുമെന്ന് കുട്ടിയുടെ ഉള്ളിൽ തോന്നിയത് കൊണ്ടാണ്. അതിന് അവനുണ്ടായ ബിഹേവിയർ ഉണ്ടായ ഒരു ചേഞ്ചാണ്. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.